ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിട്ടുമ്പോൾ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഗൈസ് നമുക്ക് അറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഒരു നെക്സ്റ്റ് റാങ്ക് മാപ്പാണ്. ഇതിനകത്ത് ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് വരുമ്പോഴത്തേക്ക് എൻ്റെ വലിയ വിഷയമായിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല ഗൈസ് നമ്മുടെ ഓൾറെഡി കളിക്കുന്നത് നമ്മുടെ പുതിയ അക്കൗണ്ടിലല്ല ഗൈസ്, നമ്മുടെ ഓൾഡ് അതായത് നമ്മുടെ പണ്ട് ഒത്തേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടുക്കം പോലത്തെ ഒരു അക്കൗണ്ടിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതിനകത്ത് വരുന്ന എനിമീസിൻ്റെ ആ ഒരു ലെവലൊക്കെ നിങ്ങൾ ആലോചിക്കണം, വിഷയം തന്നെയായിരിക്കും. അത് മാത്രമല്ല ഗൈസ് നമ്മളിപ്പോൾ കറണ്ടിൽ ഉണ്ടല്ലോ ഡയമണ്ട് 4 അതിനടുത്ത ഒരു റാങ്കിലൊക്കെയാണ് നിൽക്കുന്നത്. സോ ഹീറോ ഇപ്പം തന്നെയാകും. സോ ഈ ഒരു സമയത്തൊക്കെ കളിക്കുന്ന സമയത്തുണ്ടല്ലോ അതും സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്ന സമയത്ത് കുറച്ചധികം വിഷയമായിരിക്കും കേട്ടോ. ഏതായാലും ഇറങ്ങിയ ഉടനെ ഗണ്ണ് കലക്കാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആകെ കിട്ടുന്ന ഒരു മിനി യൂസ് ആരെ കെട്ടിക്കാനേ ഇതൊക്കെ തരുന്നേ എനിക്കറിയത്തില്ല കേട്ടോ. 2 സ്ഥലത്ത് നോക്കിയിട്ടും അത് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്ത് ഇങ്ങനെ എനിമി ഇറങ്ങുന്നുണ്ടല്ലോ. ഒരു നൂപൻ ചെക്ക് ഇറങ്ങിയിട്ടുണ്ട്, അവൻ്റെ ഒരു വാങ്ങയില്ല. അന്ന് അവനെ ഒന്നേക്കെ വെച്ച് ചുമ്മാ നക്കി അങ്ങ് വിടുക അവന്മാരെ. സോ അതെനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് ഗണ്ണ് കലക്കാൻ പെട്ടെന്ന് എടുത്തേ പറ്റുള്ളൂ. നോക്കുമ്പോഴത്തേക്ക് ഫമാസി എന്ത് അവസ്ഥയാണ് ഇത്. എനിക്ക് ഇറങ്ങിയ ഉടനെ മനസ്സിലായി കേസ്, അതായത് ഗൈനക്കാർ എൻ്റെ കൂടെയല്ല, എനിക്ക് ഡെട്ടിൻ്റെ പണി തരാൻ വേണ്ടി കളിക്കണം കേട്ടോ. ചില സമയത്ത് കേസ് ഗെയിമിൽ ഗൈനക്കാർ നമ്മളെ മൊത്തത്തിൽ അങ്ങ് അവോയ്ഡ് ചെയ്തോളെ. നമുക്ക് വേണ്ടി ഒരു ഗണ്ണും തേങ്ങയും തരത്തില്ല. ചാത്തം പിടിച്ച കുറച്ച് സാധനങ്ങൾ വന്നിട്ട് ഇത് വെച്ച് മക്കളങ്ങ് കളിച്ചുണ്ടാക്ക് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ വരത്തില്ല. സോ ആ ഒരു അവസ്ഥ പിടിച്ചൊരു മാച്ച് തന്നെ പറയാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തായാലും ഇറങ്ങിയ പറയുന്ന കേസ് നമുക്കൊരു വാങ്ങിയിട്ടില്ല. പിന്നെ കേസ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആൾക്കാരധികം ഇറങ്ങുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയത്. കാര്യം ഇറങ്ങിയ അവിടെ തന്നെ ഒരു സ്കോഡ് വൈപ്പ് തന്നെ എടുക്കണം, മാസ് കാണിക്കണം എന്നൊക്കെ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കേസ് എൻ്റെ ഭാഗ്യം, അതായത് ഗന്നക്കാർ മൂജിച്ചെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്നൊന്നും എനിമി കലങ്ങൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ആകെ ഒരു തോംസനും അതേപോലെ കേസ് ഒരു AUG ഗണ്ണ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആകെ കോൺഫിഡൻസ് ഉള്ളത് ആ ഒരു തോംസണിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ തോംസൺ മാറ്റണ്ട, അത് തന്നെ വെച്ചേക്കാൻ കാര്യം ഒരു സ്കോഡ് തന്നെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ ലോങ്ങിലുള്ളവന്മാർ അടിക്കാനൊന്നും നിൽക്കണ്ട, അടുത്ത് വരുന്നവന്മാരെ മാത്രം ഒന്ന് തൊട്ട് വിട്ടാൽ മതി, എന്നിട്ട് ജീവനും കൈപിടിച്ച് മുണ്ടും പൊക്കി അങ്ങ് ഓടാം എന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പോൾ കറണ്ട്ലി ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് കേസ് നമ്മൾ എല്ലാപ്പോഴും പറഞ്ഞുകൊണ്ട് 5K ലൈക്ക് കിട്ടിയാൽ മാത്രമേ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാനത് പാലിക്കാറില്ല. എന്നാലും കേസ് ഞമ്മനോടൊരു വക വേണ്ടേ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പടപടേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ കേസ് ഇന്നും വെച്ച് ലൈക്ക് ചെയ്യാതെ മൂഞ്ചിത്തരം കാണിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ കേസ് നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം കിട്ടത്തുള്ളൂ. ഞാൻ സന്തോഷിച്ചാൽ മാത്രമല്ലേ എനിക്ക് പിന്നെയും വീഡിയോയുടെ ഒരു മോട്ടിവേഷനൊക്കെ ആകത്തുള്ളൂ. അതിനുവേണ്ടിയാണ് പറയുന്നത്. സോ കാണുന്ന എല്ലാ വശമാരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എവരുടെ എനിമി എന്ന് വിചാരിച്ച് നൈസായിട്ട് കേസ് ഉണ്ടല്ലോ കോയിൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 900 കോയിൻ ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ സാധാരണ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് ആ ഒരു എനിമിൻ്റെ പുറകെ അങ്ങ് പോകും. ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ സോണ് കാര്യങ്ങളൊന്നും നോക്കത്തില്ല. സോണിൻ്റെ സെൻറ്ററിലാണ് എനിമി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു എത്രയാണ് 40 അലൈവ് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു എനിമിനെ കൊല്ലാൻ വേണ്ടി പോകുന്നൊരു സംഭവം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. പലപ്പോഴും മണ്ടത്തരമായിരിക്കും. പക്ഷേ കേസ് ഞാൻ അറിഞ്ഞുകൊണ്ട് മണ്ടത്തരം കാണിക്കുന്ന ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും ആ ഒരു ഹിറ്റ്ലിസ്റ്റിനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഏതോ ഒരു കാട്ടുപാട് വന്നിട്ട് ആരും കാണാതെ ആരും ഇല്ലല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെട്ടി ലൂട്ടാൻ വേണ്ടി നിൽക്കുന്ന നായെ നമ്മളോട് നിൽക്കുന്ന കണ്ടില്ലേ. സോ നൈസായിട്ട് കേസ് ആ ഒരു എക്സാമേരിച്ച് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കി ഹെഡ് കയറുന്നില്ല. അപ്പോൾ ഇരിക്കുന്ന എനിമീനെ ഹെഡ് കയറ്റാൻ കുറച്ച് പാടാന്ന് എനിക്ക് മനസ്സിലായി. അതായത് എനിക്ക് കുറച്ച് പാടാന്ന് എനിക്ക് മനസ്സിലായി. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മൾ കളിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് സമയത്ത് നമുക്ക് ഹെഡ് കയറ്റാൻ നല്ല രീതിക്ക് പാടൊക്കെ ഉണ്ടായിരിക്കും. അതപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നതെന്ന് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് കേസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. നമ്മൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ മാച്ചസ് കളിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എൻ്റെ ഗെയിം പ്ലേ നോക്കിയിട്ട് ഷോർട്ട് റേഞ്ച് ഫൈറ്റ് ഒക്കെ നല്ല രീതിക്ക് ഇപ്പോൾ എടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല കേസ് നമ്മളിപ്പോഴല്ലോ അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട്ടുവാഴ പറന്ന് നമ്മളെ പുറകിലിരിക്കും പിസ്റ്റൽ വെച്ചെന്നെ അടിക്കാൻ നോക്കുന്നു. അവനേക്ക് എന്തുവാ ചെയ്യണ്ടേ? ഇവൻ മണ്ടറാണോ മണ്ടറായിട്ട് അഭിനയിക്കണം എന്ന് എനിക്കറിയത്തില്ല. എന്നാലും കേസ് അവനോടെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2 കില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കേസ് നമ്മുടെ ഹിറ്റ് ലിസ്റ്റിൻ്റെ വായന കീഴെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവൻ ഈ വീടിൻ്റെ മടക്കി നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് കേസ് മറ്റേ ആ ഒരു ബോംബില്ലേ ഗൈസ് ആ ഒരു അതിനൊരു പേര് ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് ഹെഡ് അടിച്ച് ഗൈസ് ഏതാ P90 OP വാല P90 ഒന്നും പറയാനില്ല കേട്ടോ. എന്തായാലും P90 ചില കിടിലം പോലെ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവന്മാരയിൽ ഏത് തേങ്ങയുള്ള MP5 MP5 3 ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അത് 3 ആക്കി നോക്കുമ്പോഴത്തേക്കും ഗൈസ് എനിക്ക് MP40 കിട്ടുന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ പ്രാക്ടീസ് മൊത്തം അതായത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറി പ്രാക്ടീസ് മൊത്തം ചെയ്യുന്നത് MP40 വെച്ചിട്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നല്ല കൂടുതല. പിന്നെ കോബ്ര MP40 മാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പൊരിവെക്കാൻ വെച്ചിരിക്കുന്നതല്ലോ. സോ അത് നൈസായിട്ട് കേസ് ഗെയിം പ്ലേ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുമെന്നുള്ള ഒരു അഹങ്കാരത്തിൽ ഞാൻ ആ ഒരു ഗണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എടുത്തിട്ട് ഞാൻ നേരെ ഉണ്ടല്ലോ സ്കാനറിൻ്റെ വായിലേക്ക് പോവാണ് കേട്ടോ. അതായത് എത്ര പേരുണ്ടെങ്കിലും അടിച്ച് അണ്ണാക്കി കൊടുക്കാൻ ഒരു ധൈര്യത്തിലാണ് ഞാൻ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. വന്ന് കയറി പാടെയുണ്ടല്ലോ നോക്കുമ്പോഴത്തേക്കും ഒരുത്തനാണെങ്കിൽ അവിടെ നല്ല കിടിലം പോലത്തെ ഒരു ഫൈറ്റ്, അമ്മാരുടെ തമ്മിൽ കിടിലം പോലത്തെ ഒരു ഫൈറ്റ് അല്ലേ, എന്നാലും കുഴപ്പമില്ല. കയറി ചെന്ന് കുമ്മനെങ്കിൽ കുമ്മൻ അടിച്ച് ആ ഗില്ലം എടുക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കയറി ചെന്നു. അപ്പോഴത്തേക്ക് താഴേന്ന് ഒരുത്തൻ എൻ്റെ നേരെ അങ്ങ് കയറി വന്നു. MP40 വെച്ച് ഫസ്റ്റ് എടുത്ത് തന്നെ തലക്കിട്ടായിരുന്നു. അടിച്ച് അവനെ തലമണ്ട പൊടിച്ചിട്ട് കയറി നോക്കുമ്പോഴത്തേക്കും അടുത്ത വേർത്തൻ എൻ്റെ അമ്മോ ഇവനാണ് ഓട്ടോ ഓടുന്ന എനിക്കറിയത്തില്ല കേസ്. പക്ഷേ എന്നാലും അവനെയും കൂടെ അടിച്ച് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ വേർസ്കുള്ള 2 എണ്ണത്തിൻ്റെ അവിടെ ചുമ്മാ മർഗ്യാസാല ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിക്കുന്ന അടി തന്നെ കേസ് ഫസ്റ്റ് അടി തന്നെ ഹെഡ് കയറുന്നതുകൊണ്ട് കുറച്ച് സെറ്റാണ്. ഒരു 40 സംതിങ്
ഹെഡൊക്കെ കയറുന്നുണ്ട്. കണ്ടിന്യൂസ്ലി ഹെഡ് കയറ്റാൻ കുറച്ച് പാടാണ് എനിക്ക്. സോ അതുകൊണ്ട് അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വരും ദിവസങ്ങളിലെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്നതുകൊണ്ട് അറിയാലോ ഗൈസ്. ഓക്കെ, നമ്മുടെ റിഫ്ലക്സ് കുറച്ച് വിഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗെയിം പ്ലേയിലൊക്കെ അത് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്താണല്ലോ നമ്മുടെ ലൈക്കിനകത്ത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇൻട്രാക്ഷൻ കൂടുന്നതായിരിക്കും. അങ്ങനെ കൂടിയാൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോ കുറേ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ആയി പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഈ മീ ഗെയിമർ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയ പോലെ അല്ലേ, അതായത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കുറച്ച് ആൾക്കാരെ കിട്ടും. സോ അതുകൊണ്ട് പ്ലീസ് ഗൈസ് നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡു ചെയ്യുക. ഓക്കെ, അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാരൻ അയച്ചു കൊടുത്തു. അപ്പോൾ ചോദിക്കട്ടെ ഇത് നമ്മുടെ മീ ഗെയിമർ അല്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ ഞാൻ നേരത്തെ ഫോളോ ചെയ്യുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ ഒരു ടോക്ക് വരും, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. സോ ആ ഒരു കാര്യം അതിനായിട്ട് ഞാനും കൂടെ കാരണം ആകുന്നല്ലോ എന്നോർത്ത് എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് മാക്സിമം ഗൈസ് നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ദ വേ മാച്ചിനെ നോക്കുമ്പോഴത്തേക്കും ഗൈസ് നമ്മൾ 5 കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗൈസ് 29 ആവുകയില്ല 28 ആൾക്കാർ സ്റ്റിൽ അലൈവ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഈ അലൈവ് ഒന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം ഗൈസ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയാണ്. ബോയ് അടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തെണ്ടിത്തരം കാണിക്കും. അതിന് വേണ്ടി ആരെ കൊല്ലണ്ട എന്താണ് നമ്മൾ കയറി അടിച്ച് കൊല്ലും. പിന്നെ ഗൈസ് നമ്മുടെ കുറേ കാര്യം ഉണ്ടായിരുന്നു. അതായത് കിളി പോയി നിൽക്കുന്ന കാട്ടുപാടുകളെ റൈസായിട്ട് കേസ് നമ്മളല്ലോ മെഡിക്കറ്റ് ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് ചില ഒരു വൃത്തികെട്ട സ്വഭാവമായിരിക്കട്ടെ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഗെയിം ആടെ അടിച്ചവരെ കൊന്ന കില്ലെടുക്കടേ എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഞാനും ആലോചിക്കാറുണ്ട്, ഞാൻ അമ്മമാർക്കൊക്കെ ആ ഒരു മെഡിക്കറ്റ് കളക്കിട്ടിട്ട് ഞാനങ്ങ് പോവും. വേറെ ഏതെങ്കിലും കാട്ടുപാട് എനിമി നയിച്ചിട്ടുണ്ടല്ലോ ആ കിളി പോയവനെ കൊല്ലുന്ന കാണുന്ന സമയത്ത് ചെറിയൊരു വിഷമമൊക്കെ വരും. സോ അതിങ്ങ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇനി കിളി പോകുന്നവന്മാരെ നിൽക്കുന്നവന്മാരൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ കില്ലെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ആ കില്ലും കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് മാക്സിമം പോയി അടിക്കുക. നമ്മുടെ കാണുന്ന ആൾക്കാരിലേക്ക് ഉണ്ടല്ലോ കുറച്ച് മസ് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചാലും എൻ്റെ ഉള്ളിലുള്ള ഒരു നന്മമാരമില്ല കേസ്, അത് സമ്മതിക്കൂല. അത് വേറെ കാര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ഹിറ്റ് ലിസ്റ്റ് മേടിച്ചേക്കാം. കാര്യം ഗൈസ് ഞാൻ പറഞ്ഞല്ലോ 22 ഒരു സ്റ്റിൽ അലയവാണ്. കുറച്ച് മുഞ്ചിത്തരം കാണിക്കേണ്ട സമയം ആയിരിക്കുന്നു. കാര്യം സോണിനകത്തേക്ക് കയറിയിട്ട് കുറച്ച് ഫൈറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അത്യാവശ്യം കില്ല് എടുത്തുള്ളൂ. 5 കില്ലല്ലേ ഉള്ളൂ. 5 കില്ലെന്ന് പറഞ്ഞാൽ ചെറിയ കില്ലൊന്നും അല്ല. കാര്യം ഈ ഒരു ലോബിക്കകത്ത് കളിക്കാൻ കുറച്ച് പാട് തന്നെയാണ്. നമ്മുടെ തൊട്ട് താഴ്ത്താൻ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു എനിമി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു സ്കോഡിലെ ഒരുത്തരെ നമുക്ക് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹിറ്റ് ലിസ്റ്റാണ്. പക്ഷേ അവനെ കൊല്ലാൻ വേണ്ടി ഇപ്പോൾ കറണ്ട്ലി നോക്കുന്നില്ല. കാര്യം അവൻ സോണിൻ്റെ സെൻറ്ററിലൊരു അവിടെ ഒരു മൂഞ്ചിയ സ്ഥലത്താണ് അവൻ നിൽക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഒരു പെട്ടി ലെവൽ 2 ആയതുകൊണ്ട് ഇട്ട് കോയിൻ കൊടുത്ത് നമ്മുടെ അങ്ങ് തുറന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് ഹൊറിസലേയും കിട്ടുന്നുണ്ട്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ നമുക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. നേരെ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നൈസ് കേസ് നമ്മുടെ ഷോർട്ട് റേഞ്ച് ഇപ്പോൾ ഉണ്ടായിരുന്നു. അവനെ കൊല്ലാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഏതൊക്കെയോ പവർ യൂസ് ചെയ്തിട്ട് നൈസായിട്ട് HP റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. കാട്ടോ എൻ്റെടാ കോയിനൊക്കെ കൊടുത്തിട്ട് അവൻ്റെ നിന്ന് വെറുതെ ഉണ്ടല്ലോ നമ്മൾ ആ ഹൊറിസലിൻ മറ്റേ പെട്ടിക്കാൻ തുറന്ന് മേടിച്ച് ഈ നായയുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ്റെ നിന്ന് നമുക്ക് ആ ഒരു ഹൊറിസലിൻ കാരണം എടുക്കാൻ 2 എടുക്കാൻ പറ്റുമോ പൊളിച്ചാനെ. ഓക്കെ, എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. സോ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ സ്കാനറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ലൈനിൽ നിന്ന് മേടിച്ചേക്കാം എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആൾക്കാരവിടെ നിൽക്കുമ്പോൾ എന്താ കിളി പാറി. പക്ഷേ തൊട്ടടുത്തുള്ള ഒരു എനിമിയില്ലേ അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കേസ് എൻ്റെ മൈൻഡ് സംഭവിച്ചില്ല. ഒറ്റ ലക്ഷ്യം ബുയ മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അവിടുന്ന് ജീവനം കൈപിടിച്ച് മുണ്ടും പൊക്കി ഓടുന്ന ഓട്ടം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അളിയാ സത്യം പറയാൻ സഹിക്കത്തില്ല കേട്ടോ. പോകുന്നവർക്കൊരു പുല്ല് പോലും മുളയ്ക്കത്തില്ല. സോ ഇനി നൈസായിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഗ്ലൂ ആയിട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്നെ നിൽക്കുന്ന നാളെ ഓട്ട വീഴും ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല. സോ നൈസായിട്ട് അത്ര ആൾക്കാർ നിൽക്കുന്നതല്ലേ. അതിനിടയ്ക്ക് മെസ്സേജ് കാണിക്കണം മീ ഗെയിമറാടാ ഞാൻ കേരള പോലെ ബെഡാ പ്രോ പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്ന് കഴിഞ്ഞാൽ അമ്മരടിച്ച് ഇഞ്ചിയാക്കി ഭിത്തിമേ തൂക്കും ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ കറണ്ട്ലി ഗൈസ് ഞാൻ പുതിയൊരു ക്യാരക്ടർ സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലായില്ല. നമ്മുടെ പുതിയൊരു ക്യാരക്ടറാണ്. അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. നമ്മുടെ സ്കൾ മാസ്ക് ഒക്കെ ഇട്ട പോലത്തെ ഒരു ചങ്ങായി അല്ലേ അവനെയാണ് കേട്ടോ. അതായത് EP ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ പ്രൊട്ടക്ഷൻ അതേപോലെ ഗൈസ് നമ്മൾ കിടക്കും പോലെ നമുക്കുണ്ടല്ലോ അവരുടെ വെസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിക്കാൻ പറ്റുന്നതായിരിക്കും. അത് നമുക്ക് കറണ്ട്ലി കാണാനും പറ്റുന്നതായിരിക്കും. വെസ്റ്റ് മൂഞ്ചി നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഷോർട്ട് റേഞ്ചോ ലോങ് റേഞ്ചോ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും പുതിയൊരു ക്യാരക്ടറിൻ്റെ ഒരു ആനിമേഷനൊക്കെ കേട്ടോ. ഇപ്പോൾ കറണ്ട്ലി നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ പർപ്പിൾ കവറിലേക്ക് നമ്മുടെ ഒരു EP മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ചില സമയത്ത് മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. കാര്യം EP ടോട്ടലി അങ്ങ് ഡ്രെയിൻ ആയി പോകുന്നൊരവസ്ഥയും കൂടെ ഉണ്ട്. അത് ശോകം പിടിച്ച അവസ്ഥയായിരുന്നു. പക്ഷേ കേസ് OP സ്കില്ല് തന്നെയാണ്. അപ്പോൾ OP സ്കില്ല് വരുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള സാധനം ആക്കണം. ഇല്ലെങ്കിൽ 1 ഓഫ് ദി ബെസ്റ്റ് OP എന്നുള്ള ഒരു ഇതിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും. അതും ഒരു പാസീവ് സ്കില്ല് നിങ്ങൾ ആലോചിച്ച്
നോക്കണം. എനിക്ക് ആ ഒരു സ്കില്ല് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. പുതിയൊരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും നോക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ താണ്ടെ ഫ്രഷ് പീസ്, എവിടെ ഫ്രഷ് പീസ്? എന്തായാലും ഓടി ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അവൻ അവിടെ പോയിടേ, അവനെ കാണുന്നില്ലല്ലോ. ഓടി വന്നാൽ അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവനോട് കുരിഞ്ഞിരിക്കുന്നത് കിടക്കണാടാ നീ. എൻ്റെ പൊന്ന് കേസ്, അവനാണ് അവിടെ ലൂട്ടാൻ വേണ്ടി നിന്നായിരുന്നു. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. വേറെ കുറേ എണ്ണങ്ങളാണ് കേസ് നോക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഡ്രോപ്പിന് അങ്ങോട്ട് പറന്നിറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്ത് ഒരുത്തരെ നോക്കാക്കി. അവന് ടീംമേറ്റ് ദാണ്ട് ഗൈസ് വന്ന് കയറുന്നു. അവനെ റിവൈവ് ചെയ്യും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്ക് ഷോർട്ട് റേഞ്ചിലേക്ക് ഒരു കാട്ട് വേണം. അവനെ കിളി പോയതല്ലേ കൊച്ച് കള്ള. പക്ഷേ കേസ് ഷോർട്ട് റേഞ്ച് ഞാൻ ഹെഡ് കണക്ട് ആക്കി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന എനിമീസിനൊന്നും കിളി പോയതാണോ ഇല്ലയോ നമ്മൾ നോക്കുന്നില്ല. കാല വാരി ഭിത്തിയുമായിട്ട് അടിച്ച് തേച്ചൊട്ടിക്കാനുള്ളൊരു പ്ലാനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ അവനെ കൂടെ കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 10 കില്ലായില്ലല്ലോ, 9 കില്ല് സെറ്റ് ആയിട്ടുണ്ടായിരുന്ന കേസ്. നമ്മുടെ 10ാമത്തെ കില്ലിന് വേണ്ടി ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടവറിനെ മണ്ടേക്ക് ഒരു കിടിലം പോലത്തെ ഒരു സ്കോഡ് മൊത്തം നിന്നിട്ട് അവിടെ നല്ല കിടിലം പോലത്തെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഐറസിന്റെ പവർ യൂസ് ചെയ്തിട്ട് അവനടിക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് ഷോർട്ട് റേഞ്ച് ഒരു കട്ടാകടി എനിക്ക് കയറി വരുന്നു. അവനെ അങ്ങ് അടിച്ചിട്ടുണ്ടല്ലോ, നൈസ് നല്ല ഡാമേജ് കൊടുത്ത് അവനെ നോക്കാക്കി. വളരെ സന്തോഷം. നമ്മുടെ 10ാമത്തെ കില്ലടാക്കണം എഴുതുന്നത് കേട്ടോ. എന്തായാലും ഇവനെ രക്ഷിക്കാൻ വേണ്ടി മണ്ടക്കള്ളവനുണ്ടല്ലോ ജീവൻ കൈപിടിച്ച് ഓടി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ MB40 ഫുൾ കോൺഫിഡൻസ് OP വാല മീ ഗെയിമർ കേരള വാല ബെഡാ പ്രോ പ്ലെയർ ദാണ്ട് ഗൈസ് കയറി ചെന്നിട്ട് നല്ല അടി കൊടുത്തു. പക്ഷേ തൊലിഞ്ഞ 14ന്റെ ഡാമേജ് ആർക്ക് വേണോ? 14ന്റെ ഡാമേജ് കേട്ടോ. എന്തായാലും ഇവനെ അങ്ങ് കംപ്ലീറ്റ് ആക്കിയേക്കാം. അതവങ്ങാനും ഞാൻ ഈ ഒരു സമയത്തുണ്ടല്ലോ എന്തോ ഉണ്ടായിരുന്നല്ലോ, അടിപതറിയാൽ ആനയും വീടും എന്നൊക്കെ പറഞ്ഞ സ്കീമില്ലേ, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവനെ കംപ്ലീറ്റ് ആക്കി കില്ല് സെക്യൂർ ചെയ്ത്. അതായത് നല്ല ഡാമേജ് കിട്ടി. അവൻ നൈസ് ആയിട്ട് ഷോർട്ട് റേഞ്ചിൽ ഓടി വരുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ HP നല്ല ലോ ആണ്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. മെഡിക്കറ്റ് യൂസ് ചെയ്ത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം അവൻ തരുന്നില്ല. പട്ടപ്പട്ടെ പിന്നെയും കയറി വരും. ഇവൻ ആരുടെ കൊച്ചുപോലെ അവൻ എനിക്ക് മനസ്സിലായി. നീ ആറാ മീ ഗെയിമറാ ബ്ലഡി ഫുൾ. എന്തായാലും മെഡിക്കറ്റ് സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ സോൺ വരുന്നുണ്ട്. മൂഞ്ചിന്ന് മനസ്സിലായി. എന്തായാലും പെട്ടെന്ന് തന്നെ കേസ് മെഡിക്കറ്റ് കളക്കി യൂസ് ചെയ്ത് സോൺ കയറണം. ഇപ്പോൾ അവൻ ചത്തല്ലേ. എന്നാലും 11 കില്ല് 7 അലൈവ്. നോക്കുമ്പോഴത്തേക്ക് കേസ് പാലത്തിന് വീട്ടിൽ നല്ല കിടിലം പോലത്തെ ഒരു സ്കോഡ് പക്ക ക്യാമ്പിങ്. എൻ്റെ അളി അമ്മമാരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ് ആണ് കേസ്. ഓക്കെ, ഈ ഒരു സമയത്ത് കേസ് സത്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് മിസ് ചെയ്തു കേസ്. അതായത് ഈ ഒരു സമയത്തുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന ഏത് ലെവൽ ഗെയിം പ്ലേ എനിക്ക് കാഴ്ച വെക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഗ്ലൂ വാൾ ഉണ്ടായിരുന്നില്ല. ഒരു കാട്ടുവാഴനെ കൊന്നപ്പോഴത്തേക്കും എനിക്ക് അവനിൽ നിന്ന് കുറച്ച് ഗ്ലൂ വാൾ കലക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന്മാർ മൊത്തം കേസ് 4 പേരും ആ ഒരു പാലത്തിന് മണ്ടയ്ക്ക് പക്ക ക്യാമ്പിങ്, പക്ക പൊസിഷൻ, പക്ക ആയിട്ട് നല്ല സെറ്റായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വിഷമമായി. ഇപ്പോൾ എൻ്റെ സ്കോഡ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല നൈസായിട്ട് എനിക്ക് മിണ്ടിയും പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കളിക്കാൻ വേണ്ടി പറ്റുമല്ലോ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വരും ദിവസങ്ങൾ നമ്മുടെ സ്കോഡിൻ്റെ കൂടെ കളിക്കാം. സോ കുറേ ആൾക്കാർ പിന്നെയും കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്കോഡിൻ്റെ കൂടെ കളി നമുക്ക് അത് സെറ്റാക്കാം കേട്ടോ. ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ കേട്ടോ. അവരൊക്കെ തിരിച്ച് നമ്മളോട് കളിക്കുമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ ഒന്ന് ചോദിച്ചു നോക്കാം. അവരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കളിച്ചാലോ തുടങ്ങിയാലോ എന്നൊക്കെ. അത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ബൈ ദ വേ ഗയ്സ്, നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നൈസായിട്ട് റിഡീം കോഡ് കല കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വർഷങ്ങളായിട്ട് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നതാണ്. കിട്ടുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും, ഞാനത് പിൻ ചെയ്തിടും. സോ ഇന്നത്തെ വീഡിയോക്കകത്തും റിഡീം കോഡ് ഉണ്ടാകുന്നതായിരിക്കും. വേണ്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ആർക്കാണ് കിട്ടിയതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമല്ല കേസ് എനിക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എന്തായാലും ഒരു കാട്ടുവാഴ പുറകെ കൂടെ ഒന്ന് പന്നപ്പട്ടി എവിടുന്നടാ എന്നെ അടിച്ചേ. എന്തായാലും നമുക്ക് ഏതോ ഒരു അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേസ്. നമുക്ക് ആ ഒരു ഹൊറിസിനി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ധരത്തിൽ നമ്മൾ കുത്തിപ്പോക്കിയിട്ട് ബോൺഫയർ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. 5 ആൾക്കാർ മാത്രമേ അലൈവുള്ളൂ കേസ്. ഫൈനൽ ഫൈറ്റ് ആണ്. അവന്മാർ ഫുൾ ഒരു സ്കോഡാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ എന്ത് വേണമെങ്കിലും നടക്കാം. ഈ ഒരു സമയത്ത് മൈൻഡിലേക്ക് വന്നൊരു ഒറ്റ കാര്യമുള്ളൂ, എന്തായാലും അവന്മാർ സെറ്റായിട്ട് കളിക്കുന്നില്ല. അവന്മാർക്ക് ബോയ് കൊടുത്താലോ ടീമപ്പ് ആയാലോ എല്ലാം മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് അവസാന നിമിഷം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ചാവുന്നെങ്കിൽ ധീരനായിട്ട് ചാകണം എന്തൊക്കെ പറഞ്ഞ് തീർന്നാലുണ്ടല്ലോ. അവന്മാർ വന്നിട്ടൊക്കെ പണിയിട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നതെന്ന്. കാര്യം ലാസ്റ്റ് സോണിൽ ഒരു സ്കോഡ് ചെയ്യപ്പെടുത്ത അത് മാസമായിരിക്കും. അതല്ലെങ്കിൽ കേസ് എൻ്റെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതിൽ ഞാൻ വീക്കായി പോകും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഒരൊറ്റ ഗ്ലൂവാൾ മാത്രമേ ആക്കിയുള്ളൂ. സോണൊക്കെ ചേർന്നെങ്കിൽ വരുന്നുണ്ട്. പിന്നെ അവന്മാരൊക്കെ പക്ക പൊസിഷൻ. ഞാൻ സൂപ്പർമാൻ്റെ ജട്ടി ഒന്നും ഇട്ടിട്ടില്ല, അങ്ങോട്ട് പറഞ്ഞു തന്ന അവന്മാരെ കൊല്ലാൻ വേണ്ടി. അതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയുന്നു, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പട്ടപ്പടയെന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവന്മാരാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മളെ മൂഞ്ചിക്കാൻ നോക്കുന്നുണ്ട്. സോ എന്നാലും സോൺ വന്ന് വേറൊരുത്തൻ ദാണ്ട് കേസ് പോകും. അവൻ്റെ സാധനം താണ്ട് പോടി എൻ്റെ അമ്മ അവസ്ഥ കേട്ടോ. എന്തായാലും സോണിനകത്ത് കയറിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും മൂഞ്ചിനെ വിളിച്ച രാജാവിനെ പോലെ ചാവണമെന്ന് വിചാരിച്ച് നൈസായിട്ട് കേസ് അവന്മാർക്ക് കില്ല് കൊടുത്തില്ല. ഞാൻ ആ ഒരു കില്ല് സ്വയം എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് ടോപ്പ് 3 എത്തിയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു അതുഭാഗ്യം നൈസായിട്ട് കേസ് ഒറ്റയ്ക്കുണ്ട്. സോ കുഴപ്പമില്ല. പക്ഷേ ഇവന്മാരുടെ ഒരു ടീം സെറ്റായിരുന്നു. എൻ്റെ സ്കോഡിന് എനിക്ക് മിസ് ആകുന്നുണ്ടായിരുന്നു. എന്തായാലും കേസ് ഈ വീഡിയോ കണ്ട സമയത്ത് നിങ്ങളുടെ സ്കോഡിനെ എത്ര പേർക്ക് മിസ് ചെയ്തു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും കേസ് വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്നൊക്കെ കിടക്കുമ്പോഴത്തെ വേറെ ലെവൽ വീഡിയോ കാണാം. ഗൈസ്.